അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ഹൽദി ആഘോഷം ഭംഗിയായി നടന്നു. മഞ്ഞൾ വെള്ളം കൊണ്ട് ദശയെ കുളിപ്പിച്ചു. ദശയെ മഞ്ഞൾ നിറ ഗൗണിട്ട് അവൾ അതീവ സുന്ദരിയാക്കി ഹാളിൽ കൊണ്ടുവന്നു. രുദ്രൻ ഇളമഞ്ഞ നിറത്തിലെ കൂർത്തണിഞ്ഞ് ഹാളിൽ വന്നു. രുദ്രൻ ദശയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ദശയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. രുദ്രനെ ദശയുടെ അടുത്തുകൊണ്ട് നിർത്തി. എല്ലാ യുവസ്ത്രീകളും മഞ്ഞൾ നിറ ധാവണി ഉടുത്ത് അവരുടെ മുന്നിൽ നൃത്തം ചെയ്തു. രുദ്രനും ദശയും ചിരിയോടെ നോക്കിയിരുന്നു. രണ്ടുപേരെയും പിടിച്ചു വലിച്ച് മുന്നിൽ നിർത്തി. അപ്പോൾ പ്രണയഗാനം മുഴങ്ങി. രുദ്രൻ ഇടം കൈ ദശയ്ക്ക് നേരെ നീട്ടി. ദശ തന്റെ വലം കൈ അതിൽ പതിച്ചു. രുദ്രൻ വലം കൈ ദശയുടെ അരക്കെട്ടിലൂടെ പതിച്ച് അവളെ തന്നോട് ചേർത്ത് അതിമനോഹരമായി കളിച്ചു. അവരുടെ പ്രണയ ഡാൻസ് കണ്ട് എല്ലാവരും അത്ഭുതം കൊണ്ടു. അപ്പോൾ ലൈറ്റ് അണഞ്ഞു. അവിടെ ഇരുൾ പടർന്നു. ഓരോ നക്ഷത്രങ്ങളും ഒന്നൊന്നായി തെളിഞ്ഞു. രുദ്രൻ ദശയെ തന്റെ നെഞ്ചോട് ചേർത്തു. നിന്റെ മാത്രം രാജകുമാരൻ. ഈ രാത്രി കൂടി കഴിഞ്ഞാൽ നിന്റെ അവകാശം മാത്രമാകും. രുദ്രൻ പ്രണയത്തോടെ പറഞ്ഞുകൊണ്ട് ദശയുടെ കവിളിൽ ചുംബിച്ചതും എല്ലാ വിളക്കും തെളിഞ്ഞു. അപ്പോൾ ദശയുടെ കവിളിൽ രുദ്രൻ ചുംബിക്കുന്നു. എല്ലാവരും കൈകൾ തട്ടി അഭിനന്ദനങ്ങൾ നേർന്നു. ആ സമയം മുകളിൽ നിന്ന് മഞ്ഞൾപ്പൂവുകൾ അവർക്ക് നേരെ വിതറി. രുദ്രൻ ദശ എടുത്തുകൊണ്ട് കറങ്ങി. അവരുടെ സന്തോഷം കൊണ്ട് എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു. രണ്ടുപേരും വേദിയിൽ ചേർന്നിരുന്നു. ഓരോരുത്തരും സ്റ്റേജിൽ കയറി അവർക്ക് രണ്ടുപേർക്കും മധുരം കൊടുത്തു. രണ്ടുപേരും അതീവ സന്തോഷത്തിലായിരുന്നു. ആ സമയം സിനിമാ നടനും ഡയറക്ടറുമായ ഋതിക് മേനോൻ കോട്ട് സൂട്ടിട്ട് കറുത്ത ഗ്ലാസും വെച്ച് സ്റ്റൈലായി വരുന്നത് കാണുന്ന എല്ലാവരും അത്ഭുതത്തോടെ വഴിമാറിക്കൊടുത്തു. ഋതിക് മേനോൻ സ്റ്റേജിൽ കയറി രുദ്രനെ കെട്ടിപ്പിടിച്ച് ആശംസകൾ നേർന്നു. നീ അവസാനം സെറ്റാക്കി കളഞ്ഞല്ലോടാ. രുദ്രന്റെ വയറ്റിൽ കള്ളച്ചിരിയുടെ ഇടിച്ചുകൊണ്ട് ഋതിക് മേനോൻ പറഞ്ഞു. ദശ കണ്ണും വീഴ്ചയുന്നു. എന്നടി നോക്കി പേടിപ്പിക്കുന്നേ? നീ എത്ര പെട്ടെന്ന് എന്നെ മറന്നോ? പേരമരത്തിലേക്ക് കയറി എന്നെ വാ നോക്കിയ ദശയാണോ ഇത്? കള്ളച്ചിരിയോട് ഋതിക് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ചമ്മലോട് ദശ ചോദിച്ചു. പിന്നല്ലാതെ, സുന്ദരി നമ്മളെ നോക്കി വെള്ളം ഇറക്കുന്നത് അറിയാതിരിക്കുമോ? എന്നാലും വാനോട്ടം അവസാനിപ്പിച്ചത് ഇവന്റെ വെള്ളക്കെട്ടാണല്ലോ. ചിരിയോട് ഋതിക് ചോദിച്ചു. അതൊക്കെ ഒരു രസമല്ലേ? ഇപ്പോൾ വലിയ ഡയറക്ടറൊക്കെ ആയല്ലേ? ചിരിയോടെ ദശ ചോദിച്ചു. അങ്ങനെ ആഘോഷം ഗംഭീരമായി. ഈശ്വരി അപ്പോഴും ജോലിക്കാരിയെ പോലെ അടുക്കളയിലായിരുന്നു. മമ്മ, ഗൗതം അടുക്കളയിൽ പോയി വിളിച്ചു. വിയർപ്പൊക്കെ തുടച്ചുകൊണ്ട് ഈശ്വരി ഗൗതമനെ നോക്കി. ഈശ്വരിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെക്കാളും ഏട്ടനെ സ്നേഹിച്ചല്ലോ, ഇപ്പോൾ എന്തായി? ഗൗതം ചോദിച്ചു. ഈശ്വരി ഒന്നും മിണ്ടാതെ നിന്നു. കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാകില്ല. കാരണം ഞാൻ വളർത്തുമകൻ അല്ലല്ലോ. കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗൗതം പറഞ്ഞു. മോനി, സാരമില്ല. ഈശ്വരി പാവം പോലെ പാവം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ വിടില്ല. ഇത് കണ്ടു നിൽക്കാനാകില്ല. അച്ഛനെ സ്നേഹിച്ചാലും എനിക്ക് ഈ അമ്മ അല്ലാതാകില്ല. ഇവിടെ ഇവർ സന്തോഷിക്കുന്നു, പക്ഷെ എൻ്റെ അമ്മ അടുക്കളയിൽ. അമ്മ എന്താണ് ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. അമർഷത്തോടെ ഗൗതം പോയി. ഈശ്വരി ഉള്ളിൽ നിറഞ്ഞ ചിരിയോടെ നോക്കിയിരുന്നു. സന്തോഷം കെട്ടാൻ കേട്ടേ. കാര്യം അറിയാതെ ഗൗതം കളിക്കുന്നു. കളിക്കട്ടെ. ചിരിയോടെ ഈശ്വരി ഓർത്തു. ഗൗതം സ്റ്റേജിൽ കയറി. ഒന്നും മനസ്സിലാതെ എല്ലാവരും നോക്കി. രുദ്രദേവ് ഈ കൊട്ടാരത്തിലെ ഏകപുത്രൻ. അപ്പോൾ ഈ ഞാനാരാ? ഗൗതം എല്ലാവരെയും നോക്കി ചോദിച്ചു. പെറ്റമ്മ മാത്രമല്ലേ വേറെ? അപ്പൻ ഈ നിൽക്കുന്ന പുരുഷോത്തമനല്ലേ? എന്നിട്ടും എനിക്കൊരു അംഗീകാരവും ഇവിടെ ഇല്ല. അത് പോട്ടെ, ഞാൻ കാര്യമാക്കിയില്ല. എൻ്റെ മമ്മി ഇവിടുത്തെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. അത് കണ്ടു നിൽക്കാൻ സ്വന്തം ഭർത്താവിനാകും, പക്ഷെ എനിക്കാകില്ല. കാരണം എൻ്റെ മമ്മയത്. ഗൗതം ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗതമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനി, നല്ലൊരു ചടങ്ങ് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക്
മോനെ വേണ്ട, പുരുഷത്വം തടഞ്ഞു. പപ്പ ഒന്നും മിണ്ടാതിരിക്കുമോ? ഞാനും ലവ് മാരേജാണ്. അന്തസ്ത് കുറവാണെന്ന് പറഞ്ഞ് ഈ കൊട്ടാരത്തിൽ നിന്ന് ഏട്ടൻ ഇറക്കി വിട്ടു. ഇപ്പോൾ ഏട്ടൻ കാണിക്കുന്നത്? ഗൗതം പിന്നെയും ചോദിച്ചു. രുദ്രനെ ദശ ഒന്നും മിണ്ടാതെ നോക്കി. മോനെ, അതൊക്കെ ഈ കല്യാണം കഴിഞ്ഞു മതി, ഇപ്പോഴല്ല സംസാരിക്കേണ്ടത്. പുരുഷത്വൻ ഗൗതമനെ തടഞ്ഞു. ഇപ്പോൾ സംസാരിച്ചാൽ സംസാരിക്കാൻ പറ്റില്ലേ? പറയേ, ഗൗതം ചോദിച്ചു. ഇതൊരു പുരുഷത്വൻ പറയാൻ വന്നതും. അച്ഛാ, അവൻ പറഞ്ഞോട്ടെ. രുദ്രൻ പുരുഷത്വനെ തടഞ്ഞു. ഞാൻ പറയേണ്ടത് പറയും. ആരുടെ അനുവാദം എനിക്ക് വേണ്ട. എൻ്റെ അമ്മയാണ് അടുക്കളയിൽ ഒരു ജോലിക്കാരിയുടെ റോൾ കൊടുത്തേക്കുന്നത്. എന്തിനു വേണ്ടി? ഏതോ ഒരുത്തി ചത്തു, അതിന് കാരണം എൻ്റെ അമ്മ പോലും, അല്ലാതെ രുദ്രദേവ് പീഡിപ്പിച്ചതുകൊണ്ടല്ല, അല്ലയോ? ഗൗതം പറഞ്ഞുകൊണ്ട് കതച്ചു. ദശ കണ്ണുകൾ ഇറക്കി അടച്ചു. ആ പെണ്ണ് ചത്തിട്ടുണ്ടെൽ അതിന് കാരണം ഏട്ടൻ തന്നെയാ. റാണി ടീച്ചർ ചത്തിട്ടുണ്ടെൽ അതിനും കാരണം ഏട്ടൻ തന്നെയാ. ഇതിലെന്താണ് എൻ്റെ അമ്മയുടെ റോൾ? തൻ്റെ തെറ്റിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ഏട്ടൻ നടത്തുന്ന നാടകമാണോ ഇത്? സംശയം വരാതിരിക്കാൻ ഗൗതം കിതച്ചുകൊണ്ട് പറഞ്ഞു. ഗൗതമേ, മതി നിർത്ത്. ജീവൻ സ്റ്റേജിൽ കയറിയൊന്ന് ഗൗതമിനെ തടഞ്ഞു. ജീവേട്ടാ, ഞാൻ നന്ദയെ കിട്ടിയതുകൊണ്ട് എൻ്റെ സ്വത്ത് ദാനം ചെയ്തവനാ ഈ നിൽക്കുന്നവൻ. നീചനാ, നീച മനസ്സിൻ്റെ ഉടമയാ. എൻ്റെ മമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഈ മനുഷ്യനെയാണ് ഒരായുസിൻ്റെ സ്നേഹം കൊടുത്ത് വളർത്തിയത്. എന്നിട്ടും ഈ മനുഷ്യൻ കാണിച്ചത് കണ്ടോ ജീവേട്ടാ? ഗൗതം പറഞ്ഞു. ഇതൊരു കല്യാണവേദിയാണ്, നീ വാ ഇങ്ങോട്ട്. ഗൗതമിനെ പിടിച്ചുകൊണ്ട് ജീവൻ പോകാൻ നോക്കിയതും ഗൗതം കുടഞ്ഞു മാറി. എനിക്കറിയണം, എനിക്കിവിടെ അവകാശമില്ലേ? പുരുഷോത്തമന് ഞാൻ മോനല്ലേ? ആക്രോശത്തോടെ ഗൗതം ചോദിച്ചു. ഇല്ല, ഗൗതം സാർ അച്ഛൻ്റെ മോനല്ല, ദശ പറഞ്ഞു. ദശ, അലർച്ചയോടെ പുരുഷോത്തമൻ വിളിച്ചു. ആ ഹാൾ മുഴുവനും പുരുഷോത്തമന്റെ ശബ്ദം മുഴങ്ങി. ഈശ്വരി പേടിയുടെ അടുക്കളയിൽ നിന്ന് ഓടിയൊന്ന് എല്ലാവരെയും മാറി വന്നു നോക്കി. അതെ, അച്ഛൻ്റെ മോനല്ല ഈ ഗൗതം. പറയണ്ടെന്ന് 100 വട്ടം വിചാരിച്ചു, പറയിപ്പിച്ചിട്ട് അടങ്ങൂ, ദശ ഉച്ചത്തിൽ പറഞ്ഞു. ഗൗതം ഓടിച്ചെന്ന് ദശയുടെ കഴുത്തിൽ പിടിച്ചു. രുദ്രൻ ഗൗതത്തിനെ തടഞ്ഞ് കൈതട്ടി മാറ്റി. അപ്പോഴും പുരുഷോത്തമൻ ശിലയായി നിന്നു. മോനെ ഗൗതം, കയ്യാങ്കളി എൻ്റെ പെണ്ണിൻ്റെ ആർക്കും വേണ്ട, രുദ്രൻ്റെ പെണ്ണാ. രുദ്രൻ ദേശത്തിൽ കൈതട്ടി മാറ്റി. അച്ഛാ, ദശ പുരുഷോത്തമന്റെ കയ്യിൽ പിടിച്ചു. അച്ഛ അറിയണം, അച്ഛൻ ചതിക്കപ്പെട്ട ദിവസങ്ങൾ, ദശ പുരുഷോത്തമന്റെ അടുത്തുപോയി പറഞ്ഞു. എൻ്റെ മോനല്ലേ എൻ്റെ ഗൗതം, എൻ്റെ കുട്ടി ഒരു പാവമാ, അവന് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പുരുഷോത്തമൻ എന്തൊക്കെയോ പറഞ്ഞു. ഗൗതം തളർന്നു. ഗൗതത്തിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ. സമയമാട്ടെ എന്ന് ഇതുവരെ ഞാൻ കാത്തിരുന്നു. പക്ഷേ ഇത് നല്ലൊരു ദിവസമാണെന്ന് പോലും ഗൗതം സാർ ഓർത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് സാറങ്ങ് മറന്നു. എന്നാൽ എല്ലാം കലങ്ങി തെളിയട്ടെ. അതെ, നിങ്ങൾ ഈ കൊട്ടാരത്ത് അവകാശമില്ല. അതിസമർത്ഥമായി നമ്മളെല്ലാവരെയും പറ്റിക്കായിരുന്നു, ദശ പറഞ്ഞു നിർത്തി. ഞങ്ങൾക്കറിയാത്ത ഈ കാര്യങ്ങൾ എങ്ങനെ നിനക്കറിയാം? നീ ഇപ്പോൾ വന്നോളല്ലയോ, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഗൗതം ദശയ്ക്ക് നേരെ നിന്ന് ചോദിച്ചു. ഞാൻ അഡ്വക്കേറ്റാണ്. നിങ്ങൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നവളാണ്. എല്ലാം അറിഞ്ഞ് മൗനമായത് സമയമായില്ല എന്നതുകൊണ്ടായിരുന്നു. ഇനി പറയും, ഇവിടെയല്ല, കോടതിയിൽ. കോടതിയിൽ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ നിർത്തും എൻ്റെ പക്കലുള്ള എല്ലാ തെളിവുകളും, ദശ ഗാംഭീര്യത്തോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതൃ ആരാണ്, അത് പറയാലോ? ഗൗതം അടുത്തൊന്ന് ചോദിച്ചു. ഇപ്പോൾ പറയില്ല, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഈ ഈശ്വരിയുടെ ഒരു മുഖമല്ലയോ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, മറ്റേ മുഖം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരിക്കൂ, ഇപ്പോൾ അതിനുള്ള സമയമല്ല, ദശ പറഞ്ഞുകൊണ്ട് പുരുഷോത്തമന്റെ നേർക്ക് തിരിഞ്ഞു. അച്ഛാ, ദശ വാത്സല്യത്തോട് വിളിച്ചു. പുരുഷോത്തമൻ നിറകനോടെ ദശയെ നോക്കി. ദേഷ്യമാണോ? പുരുഷോത്തമന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദശ ചോദിച്ചു. പുരുഷോത്തമൻ ഒന്നും മിണ്ടാതെ തന്റെ മുറി നോക്കിപ്പോയി. എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു. ദശ ഈശ്വരിയുടെ അടുത്ത് പോയി. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇവിടെ ഈ 2 ഹൃദയം കലങ്ങിയത്. എന്തിനായിരുന്നു ഇതൊക്കെ? എന്തിനു വേണ്ടിയായിരുന്നു? എന്നിട്ട് എന്ത് നേടി നിങ്ങൾ? എന്തായാലും ഞാൻ വിടില്ല. എല്ലാം ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ തെളിയിച്ചിരിക്കും. നീ എവിടെ പോയി വിളിച്ചാലും ഞാൻ വിടില്ല.
ദശ പറഞ്ഞുകൊണ്ട് പോയി. ഈശ്വരി ദേഷ്യത്തിൽ അവിടെ ഇരുന്ന് തിങ്സ് എടുത്ത് തുടച്ചു. അതൊന്നും കാര്യമാക്കാതെ ദശ നടന്നു വന്നു. ഈ കല്യാണം നടക്കാൻ ഈശ്വരി വിടുമോ? ദശ ഈശ്വരിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമോ? പുരുഷോത്തമൻ അറിയുമോ ആ രഹസ്യം? ആരും അറിയാത്ത രഹസ്യം ചുരുളഴിയുന്ന നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. വിവാഹം, അവരുടെ പ്രണയങ്ങളും മനസ്സിൽ കരുതി വച്ചിരുന്ന പക എല്ലാം എല്ലാവരും അറിയുന്ന നിമിഷം രുദ്ര എങ്ങനെ നേരിടും? നമുക്ക് കാത്തിരിക്കാം. അസുരന്റെ പ്രണയം ഇനി നിർണായക നിമിഷങ്ങളിലോട്ട് തുടരും.